രാവിലെ തന്നെ ജേഴ്സിയൊക്കെ ഇട്ട് എങ്ങോട്ടാന്നല്ലേ സ്കൂളിലേക്ക് തന്നെയാണ് കേട്ടോ. ഇവരുടെ സ്കൂൾ ആൻറ്റി ഡ്രഗ് ഡേയുടെ ഭാഗമായിട്ട് തൂഫാൻ ഗോൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ടീമിൻ്റെ ജേഴ്സി ഇട്ട് സ്കൂളിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ദേ അവൻ്റെ ഇഷ്ട ടീമായ അർജൻറ്റീനയുടെ ജേഴ്സിയൊക്കെ ഇട്ടാണ് കേട്ടോ പോണത്. പോണ വഴിയിൽ ഒരു അണ്ണാങ്കുഞ്ഞ് ചത്ത് കിടക്കണ്ടായിരുന്നു. അമ്മയെ പാവാണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഓടിപ്പോയിട്ടാ. അവിടെ എത്തിയപ്പോൾ ദേ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ എൻ്റെ കയ്യിൽ കിടക്കണ മോതിരമൊക്കെ ഊരിയിട്ട് അമ്മയെ ഞാനിന്ന് ഇതിട്ടുണ്ട് പോകുന്നവന് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇവനെ ക്ലാസ്സിലേക്ക് വിട്ട് ഞങ്ങൾ വാവേനെ ദേ അംഗനവാടിയിലേക്ക് ആക്കാൻ പോവാണ് കേട്ടോ. ഇവൻ അംഗനവാടി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവന് ഞങ്ങളുടെ വീട് ഒഴികെ ബാക്കി എവിടെ വേണമെങ്കിലും പോയിരിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടോയ്സ് എടുക്കാൻ പോയപ്പോൾ എഴുതി പഠിച്ച് കഴിഞ്ഞിട്ടേ ടോയ്സ് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അറിയാവുന്ന അക്ഷരമൊക്കെ സ്ലേറ്റ് മുഴുവൻ എഴുതിയിട്ട് ആൾ ഇതേ ടോയ്സൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ അവനാക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് മട്ടാഞ്ചേരി പള്ളിയിൽ പോകണമെന്ന്. അങ്ങനെ വീട്ടിൽ ചെന്ന് റെഡിയായി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെ. അപ്പോൾ അതേ പോണ വഴിയിൽ പിള്ളേരുടെ റാലിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ ചെറിയാടവ് ഭാഗത്ത് എത്തിയപ്പോഴേക്കും ദേ കടൽ കയറിയിട്ട് റോട്ടിലൊക്കെ വെള്ളം ഇറന്നിട്ടാ. അങ്ങനെ ദേ മട്ടാഞ്ചേരി പള്ളിയുടെയൊക്കെ അങ്ങോട്ട് പോവുകയാണ്. ആ പോണ വഴിയിൽ മസാലക്കൂട്ടിൻ്റെയൊക്കെ മണമായിരിക്കട്ടെ, ഒരു പ്രത്യേക രസമാണ് കേട്ടോ ആ വഴിയൊക്കെ പോകാനായിട്ട്. ഒരു പ്രാവശ്യം നമ്മൾ മട്ടാഞ്ചേരി പള്ളിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും പോകാൻ തോന്നണ എന്തോ ഒരു ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ.